നിങ്ങളുടെ ആസ്ട്രോഫിസിക്സ് ആണ് ഞാൻ പറയാൻ പോണത്. അതിനകത്ത് ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്റ്റെല്ലാർ മാഗ്നിറ്റ്യൂഡ് സിസ്റ്റംസ് ആണ്. സ്റ്റാർസ് പലതും പല ബ്രൈറ്റ്നസ് ആണ്. അപ്പോൾ ബ്രൈറ്റ്നസ് മെഷർ ചെയ്യാൻ പല മാഗ്നിറ്റ്യൂഡ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് നോക്കി കാണുന്ന ബ്രൈറ്റ്നസ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ അപ്പാരൻറ്റ് ബ്രൈറ്റ്നസ് എന്ന് പറയാം. അപ്പാരൻറ്റ് ബ്രൈറ്റ്നസ് ബേസ് ചെയ്തുകൊണ്ടുള്ള മാഗ്നിറ്റ്യൂഡ് സിസ്റ്റത്തിനെയാണ് അപ്പാരൻറ്റ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയാം. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിച്ച് നോക്കുക. വി ക്യാൻ വാച്ച് സം സ്റ്റാർസ് വിത്ത് നേക്കഡ് ഐ. ദ ബ്രൈറ്റ്നസ് ഓഫ് ദ സ്റ്റാർസ് ദസ് അപ്പിയർ ടു അസ് ഈസ് അപ്പാരൻറ്റ് ബ്രൈറ്റ്നസ്. The magnitude based on apparent brightness of the star is called apparent magnitude. ഇനി ഹിപ്പാർക്കസ് എന്ന് പറഞ്ഞ ആൾ 1000 സ്റ്റാർസിനെ എടുത്തിട്ട് 6 ഗ്രൂപ്പാക്കി തിരിച്ചു. അതിനകത്ത് ഒന്നാമത്തെ ഗ്രൂപ്പ് ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റാർസും 6ാമത്തെ ഗ്രൂപ്പ് കമ്പാരിറ്റീവ്ലി ഏറ്റവും ഫെയിൻ്റ് ആയിട്ടുള്ള സ്റ്റാർസും ആയിരുന്നു. വില്യം ഹെർഷൽ എന്ന് പറഞ്ഞ ആൾ ഒന്നാമത്തെ ഗ്രൂപ്പിലെ ഒരു സ്റ്റാറിൻ്റെയും 6ാമത്തെ ഗ്രൂപ്പിലെ ഒരു സ്റ്റാറിൻ്റെയും ബ്രൈറ്റ്നസ് തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ B1/B6 100 ആണെന്ന് പ്രൂവ് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കുറച്ച് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ചെയ്താൽ കോൺസിക്യൂട്ടീവ് സ്റ്റാർസ് തമ്മിലുള്ള ബ്രൈറ്റ്നസിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ B1/B2 ഈക്വൽ ടു B2/B3 എക്സെട്ര ഈക്വൽ ടു B5/B6 നമ്മൾ എക്സ് ആയിട്ട് എടുക്കുകയാണെന്ന് വെച്ചാൽ മൾട്ടിപ്ലൈ നമുക്ക് തെളിയിക്കാൻ പറ്റും B1/B6 ഈക്വൽ ടു x⁵5 എന്ന്. അപ്പോൾ B1/B6 100 ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് നമുക്ക് B1/B6 ഈക്വൽ ടു x⁵5 ഈക്വൽ ടു 100 എന്ന് എടുക്കാം. അതുകൊണ്ട് x ഈക്വൽ ടു 5th റൂട്ട് ഓഫ് 100 ആണ്, വിച്ച് ഈസ് 2.512. ഇനി 2 സ്റ്റാർസ് ഉണ്ടെന്ന് കരുതുക. അവരുടെ ബ്രൈറ്റ്നസ് BM അതുപോലെ BN ആണെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ അവരുടെ റേഷ്യോ BM/BN ഈക്വൽ ടു 2.512 റൈസ് ടു n-m എന്ന് എഴുതാൻ പറ്റും. n ഗ്രേറ്റർ ദാൻ m ആണ്. അപ്പോൾ നമ്മളതിന് ലോഗരിതം അപ്ലൈ ചെയ്താൽ log⁻10 അപ്ലൈ ചെയ്താൽ നമുക്ക് log BM/BN ഈക്വൽ ടു n-m log 0.512 എന്ന് കിട്ടും. 2.512 എന്ന് കിട്ടും. അപ്പോൾ BM/BN ഈക്വൽ ടു 10 റൈസ് ടു 0.4 ഇൻറ്റു n-m എന്ന് കിട്ടും. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക മാഗ്നിറ്റ്യൂഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബ്രൈറ്റ്നസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് കൂടിയാൽ ബ്രൈറ്റ്നസ് കുറയും. അടുത്ത നമുക്ക് പറയാനുള്ളതാണ് അബ്സല്യൂട്ട് മാഗ്നിറ്റ്യൂഡ്. അപ്പാരൻറ്റ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് ശരിക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ്. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതല്ലേ. ശരിക്കും ഒരു സ്റ്റാറിന് ഒറിജിനൽ ഒരു ബ്രൈറ്റ്നസ് ഉണ്ടാവും. അതതിൻ്റെ ലൂമിനോസിറ്റീനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ നമ്മൾ എത്ര ദൂരത്തു നിന്നാണ് വാച്ച് ചെയ്യണേ അതിനൊക്കെ ആശ്രയിച്ചായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഡിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ച് സ്റ്റാറിൻ്റെ ബ്രൈറ്റ്നസ് മാറുന്നത് കൊണ്ട് നമ്മളൊരു റെഫറൻസ് സ്റ്റാൻഡേർഡ് എടുക്കും. ഓക്കെ, അപ്പോൾ ഒരറിയാവുന്ന ഡിസ്റ്റൻസിൽ എല്ലാ സ്റ്റാറിനെയും കൺസിഡർ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ബ്രൈറ്റ്നസ് മെഷർ ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ആ സ്റ്റാൻഡേർഡ് ഡിസ്റ്റൻസ് എടുക്കുന്നത് 10 parsecs ആണ്. എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റാറിനെയും, ഏത് സ്റ്റാറിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നോ ആ സ്റ്റാർ 10 parsec ദൂരത്തിലാണിച്ചാൽ എത്രയാണ് ബ്രൈറ്റ്നസ് നോക്കുക. ഒരു പാർസെക് എന്ന് പറഞ്ഞാൽ 3.26 ലൈറ്റ് ഇയേഴ്സ് ആണ്. അപ്പോൾ 10 parsecs എന്ന് പറഞ്ഞാൽ 32.6 ലൈറ്റ് ഇയേഴ്സ് വരും. അപ്പോൾ അബ്സല്യൂട്ട് മാഗ്നിറ്റ്യൂഡ് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദി അപ്പാരൻറ്റ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്റ്റാർ വെൻ പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 10 parsec.
10 പാർസെക് അകലത്തിൽ ഒരു സ്റ്റാറിനെ വെച്ചുകൊണ്ട് അതിൻ്റെ അപ്പാരൻറ്റ് മാഗ്നിറ്റ്യൂഡ് മെഷർ ചെയ്താൽ കിട്ടുന്ന മാഗ്നിറ്റ്യൂഡാണ് എന്ത്? ആബ്സല്യൂട്ട് മാഗ്നിറ്റ്യൂഡ്. അപ്പാരൻറ്റ് മാഗ്നിറ്റ്യൂഡ് നമ്മളെപ്പോഴും സ്മാൾ ലെറ്റർ എം കൊണ്ടാണ് സൂചിപ്പിക്കുക. ആബ്സല്യൂട്ട് മാഗ്നിറ്റ്യൂഡ് എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. ഓക്കെ. ഇനി ഇവിടെ കുറച്ച് കാൽക്കുലേഷൻസ് ആണ്. നമ്മൾ സ്മാൾ ലെറ്റർ എം അപ്പാരൻറ്റ് മാഗ്നിറ്റ്യൂഡായിട്ടും ക്യാപിറ്റൽ ലെറ്റർ ബോളോമെട്രിക് അബ്സല്യൂട്ട് മാഗ്നിറ്റ്യൂഡായിട്ടും 2 സ്റ്റാർ എടുക്കുക. ഓക്കെ. ആ ഒന്നാമത്തെ സ്റ്റാർ സ്മാൾ ലെറ്റർ എം ആയിട്ടുള്ള സ്റ്റാർ സ്മാൾ ലെറ്റർ ഡി ഡിസ്റ്റൻസിലാണ്. ക്യാപിറ്റൽ ലെറ്റർ എം മാഗ്നിറ്റ്യൂഡുള്ള സ്റ്റാർ ക്യാപിറ്റൽ ഡി ഡിസ്റ്റൻസിലാണ്. അപ്പോൾ നേരത്തെ ഫോർമുല വെച്ചിട്ട് നമുക്ക് ബി എം ബൈ ബി എം രണ്ടും സ്മാളും ക്യാപിറ്റലും ആണ് ഈക്വൽ ടു 10⁻⁴ എം മൈനസ് എം എന്ന് എഴുതാം. ഇനി ഒരു സ്റ്റാറിൻ്റെ ബ്രൈറ്റ്നസ്സും ഡിസ്റ്റൻസും തമ്മിൽ ഇൻവേഴ്സ് പ്രൊപ്പോർഷണലാണ്. അതാണ് ബി പ്രൊപ്പോർഷണൽ ടു 1/d² എന്ന് പറഞ്ഞാൽ ദ ബ്രൈറ്റ്നസ് ഓഫ് എ സ്റ്റാർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് എന്നാണ്. അതുകൊണ്ട് നമുക്ക് ബി എം ബൈ ബി എം ഈക്വൽ ടു d²/d² എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു 0.4 × എം മൈനസ് എം എന്ന് എഴുതാം. അപ്പോൾ എം മൈനസ് എം ഈക്വൽ ടു ലോഗരിതം എടുക്കുക. അപ്പോൾ നമുക്ക് 5 × log d മൈനസ് log d എന്ന് എഴുതാം. ഇനി നമ്മൾ നേരത്തെ ചൂസ് ചെയ്ത സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ 10 പാർസെക്, ക്യാപിറ്റൽ ഡി നമ്മൾ 10 പാർസെക് ആയിട്ട് ചൂസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എം മൈനസ് എം ഈക്വൽ ടു 5 log d മൈനസ് 5 എന്ന് കിട്ടും. ഇതിനൊക്കെ പേനയും പേപ്പറും എടുക്കണം, എഴുതിയിട്ട് വേണം ചെയ്യാൻ. ഇനി ഈ എം മൈനസ് എം എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി ഡിസ്റ്റൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത്. നോക്കിയ ഇക്വേഷൻ എം മൈനസ് എം ഈക്വൽ ടു 5 log d മൈനസ് 5 അല്ലേ? അതുകൊണ്ട് അതിന് നമ്മൾ ഡിസ്റ്റൻസ് മോഡുലസ് എന്നൊരു പേര് പറയും. ഇനി അപ്പം 2 മാഗ്നിറ്റ്യൂഡ് പറഞ്ഞു. അപ്പാരൻറ്റ് മാഗ്നിറ്റ്യൂഡ് കണ്ണുകൊണ്ട് കാണുന്നത്, ആബ്സല്യൂട്ട് മാഗ്നിറ്റ്യൂഡ് കണ്ണുകൊണ്ട് കാണുന്നത് തന്നെയാണ്, പക്ഷേ നമ്മളൊരു സ്റ്റാൻഡേർഡ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും. അവർ തമ്മിലുള്ള റിലേഷനാണ് എം മൈനസ് എം ഈക്വൽ ടു 5 log d മൈനസ് 5. സ്മാൾ ലെറ്റർ എം അപ്പാരൻറ്റ്, ക്യാപിറ്റൽ എം അബ്സല്യൂട്ട്, അതുപോലെ ഡി എന്ന് പറയുന്നത് സ്റ്റാറിൻ്റെ ഡിസ്റ്റൻസ്. ഇനി ഈ മാഗ്നിറ്റ്യൂഡിനെ നമുക്ക് 2 തരത്തിൽ മെഷർ ചെയ്യാൻ പറ്റും. ഒന്ന് വിഷ്വൽ മാഗ്നിറ്റ്യൂഡും ഒന്ന് ഫോട്ടോ വിഷ്വൽ മാഗ്നിറ്റ്യൂഡും. നമ്മൾ നോക്കുന്നത് കണ്ണുകൊണ്ടാണ് ചിലതിന് വിഷ്വൽ മാഗ്നിറ്റ്യൂഡ് എന്നും, ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിലേക്ക് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിക് എമൾഷനിലേക്ക് കോട്ട് ചെയ്തുകൊണ്ട് നമ്മൾ നോക്കുകയാണ് ചിലതിന് ഫോട്ടോ വിഷ്വൽ മാഗ്നിറ്റ്യൂഡ് എന്നും പറയും. ഫോട്ടോ വിഷ്വൽ മാഗ്നിറ്റ്യൂഡിനെ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിക് മാഗ്നിറ്റ്യൂഡിനെ നമ്മൾ MPG എന്നും സൂചിപ്പിക്കും.
ഇനി നമ്മൾ ഇതുവരെ പറഞ്ഞ മാഗ്നിറ്റ്യൂഡ് സിസ്റ്റം ഉണ്ടല്ലോ, അബ്സല്യൂട്ടും അപ്പാരൻറ്റും, അത് ശരിക്ക് കുറച്ച് ലിമിറ്റഡ് റീജിയൻസ് മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. സ്റ്റെല്ലാർ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് നക്ഷത്രങ്ങളിൽ നിന്നും സ്റ്റാർസിൽ നിന്നും വരുന്ന റേഡിയേഷൻസിൻ്റെ ചില റീജിയൻ മാത്രം കവർ ചെയ്തുകൊണ്ടുള്ളതാണ്. എല്ലാ മേഖലകളും കവർ ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ദ സ്റ്റെല്ലാർ മാഗ്നിറ്റ്യൂഡ്സ് ബേസ്ഡ് ഓൺ റേഡിയേഷൻസ് മെഷേർഡ് ഓവർ ദി എൻറ്റയർ റേഞ്ച് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. അതിനെയാണ് നമ്മൾ എന്താ പറയുക, ബോളോമെട്രിക് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുക. മാഗ്നിറ്റ്യൂഡ്സ് ബേസ്ഡ് ഓൺ റേഡിയേഷൻസ് മെഷേർഡ് ഓവർ എൻറ്റയർ റേഞ്ച് ഓഫ് ദി ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. ഇനി അവർക്കും എന്തുണ്ട്, അപ്പാരൻറ്റ് ബോളോമെട്രിക് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, അതുപോലെ അബ്സല്യൂട്ട് ബോളോമെട്രിക് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. ഓക്കെ, അപ്പാരൻ്റ് എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ടുള്ളത്, അതുപോലെ അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് വെച്ചിട്ടുള്ളത്. അതിന് അടിസ്ഥാനത്തിൽ സ്മാൾ ലെറ്റർ എംബോൾ, അതുപോലെ ക്യാപിറ്റൽ ലെറ്റർ എംബോൾ എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സ്മാൾ ലെറ്റർ എംബോൾ എന്ന് പറഞ്ഞാൽ അപ്പാരൻറ്റ് ബോളോമെട്രിക് മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കറക്ഷൻ ഫാക്ടർ ഉണ്ട്, ബോളോമെട്രിക് കറക്ഷൻ എന്ന് പറയും. ബോളോമെട്രിക് കറക്ഷൻ എന്ന് പറയുന്നത് എംബോൾ മൈനസ് എം പി വി അല്ലെങ്കിൽ ക്യാപിറ്റൽ എംബോൾ മൈനസ് ക്യാപിറ്റൽ എം പി വി ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ബോളോമെട്രിക് മാഗ്നിറ്റ്യൂഡിൻ്റെയും ഫോട്ടോ വിഷ്വൽ മാഗ്നിറ്റ്യൂഡിൻ്റെയും ഡിഫറൻസിനെയാണ് നമ്മൾ എന്താ പറയുക, ബോളോമെട്രിക് കറക്ഷൻ എന്ന് പറയാം. അതിന് മറ്റൊരു ഫോർമുലയും കൂടി ഉണ്ട്, ബി സി ഈക്വൽ ടു ഇൻറ്റഗ്രൽ പി ലാംഡ എഫ് ലാംഡ ഡി ലാംഡ ബൈ ഇൻറ്റഗ്രൽ എഫ് ലാംഡ ഡി ലാംഡ പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ആ ഇക്വേഷൻ അത്ര നിർബന്ധമല്ല, പക്ഷേ ബി സി ഈക്വൽ ടു എംബോൾ മൈനസ് എം പി വി, അത് സ്മാളും ക്യാപിറ്റലും, അതാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇവിടെ പി ലാംഡ എന്ന് പറയുന്നത് സെൻസിറ്റിവിറ്റി ഓഫ് ഐ, അതുപോലെ എഫ് ലാംഡ എന്ന് പറയുന്നത് അതിൻ്റെ ഫ്ലക്സ് ആണ്. ഇനി നമുക്ക് ഡിഫറെൻറ്റ് മാഗ്നിറ്റ്യൂഡ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഒരു ഡിസ്റ്റൻസ് ചൂസ് ചെയ്തു, പിന്നെ അബ്സല്യൂട്ട് മാഗ്നിറ്റ്യൂഡ് കാണാൻ വേണ്ടിയിട്ട്. അതെന്തിനാണ്, എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് കാണല്ലോ. അല്ലാതെ നമ്മളിപ്പോൾ ഒരു സ്റ്റാറിനെ കുറച്ച് അകലത്ത് നിന്ന് നോക്കി അപ്പോൾ നല്ല ബ്രൈറ്റായിട്ട് തോന്നും, എന്നാൽ വേറൊരു സ്റ്റാർ കുറേ അപ്പുറത്താവും, അതിനെ നമ്മൾ അതേ സ്ഥലത്ത് നിന്നിട്ടാണ് നോക്കണേ. അപ്പോൾ ആ ഒരു പിന്നെ എന്താ പറയുക, ന്യൂനത പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഫിക്സഡ് ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്ത്. അതുപോലെ നമ്മളെപ്പോഴും കമ്പയർ ചെയ്യുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് വെക്കും. ഓക്കെ, അതുപോലെ മാഗ്നിറ്റ്യൂഡ് സിസ്റ്റത്തിലും എന്തുണ്ട്, ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റാറിൻ്റെ ബ്രൈറ്റ്നസ് നമ്മൾ റെഫറൻസായി വെക്കുക, എന്നിട്ട് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബാക്കിയുള്ളതിൻ്റെ ബ്രൈറ്റ്നസ് പറയും. അപ്പോൾ പണ്ടെങ്ങനെ ഉപയോഗിച്ചതെന്ന് ചോദിച്ചാൽ, നോർത്ത് സെലസ്റ്റിയൽ പോളിൽ മൗണ്ട് വിൽസൺ നോർത്ത് പോളാർ സീക്വൻസ് എന്ന് പറഞ്ഞ് കുറച്ച് സ്റ്റാറുകൾ ഉണ്ടായിരുന്നു. എർത്തിലുള്ള ഏത് ഒബ്സർവേറ്ററിയിൽ നോക്കിയാലും കാണുന്ന കുറച്ച് സ്റ്റാർസ് ഉണ്ട്. അവരെയാണ് അടിസ്ഥാനമാക്കി വെച്ചിരുന്നത്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? നമുക്ക് എപ്പോഴും ഒരു റെഫറൻസ് വേണം. ഇപ്പോൾ നമുക്ക് ഉദാഹരണം ഇങ്ങനെ പറയാം, സണ്ണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇയാൾക്ക് എത്ര ബ്രൈറ്റ്നസ് ഉണ്ട്, അല്ലെങ്കിൽ സണ്ണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അയാൾക്ക് എത്ര ബ്രൈറ്റ്നസ് ഉണ്ട്, ഒരു സ്റ്റാൻഡേർഡ് വെക്കുക. അങ്ങനെ ചൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡിനാണ് നമ്മൾ മാഗ്നിറ്റ്യൂഡ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയാം. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നത് MWNPS എന്ന് പറഞ്ഞ മൗണ്ട് വിൽസൺ നോർത്ത് പോളാർ സീക്വൻസ് ആണ്. പക്ഷേ പിന്നീട് UBV സിസ്റ്റം, അതുപോലെ 6 കളർ ഫോട്ടോമെട്രി എന്ന് 2 തരത്തിലുള്ള സിസ്റ്റംസ് വന്നു. UBV സിസ്റ്റത്തിൽ നമ്മൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇറ്റ് റെഫേഴ്സ് ടു ദ മെഷർമെൻറ്റ് ഓഫ് സ്റ്റാർലൈറ്റ് ഇൻ ദി അൾട്രാവയലറ്റ്, ബ്ലൂ ആൻഡ് വിഷ്വൽ റീജിയൻസ് ഓഫ് ദി സ്പെക്ട്രം. വിഷ്വൽ സ്പെക്ട്രത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ അൾട്രാവയലറ്റ്, അതുപോലെ ബ്ലൂ, അതുപോലെ വിഷ്വൽ റീജിയനിലുള്ള പിന്നെ മെഷർമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള സിസ്റ്റമാണ് UBV സിസ്റ്റം എന്ന് പറഞ്ഞാൽ. അതിന് നമ്മൾ 3 കളർ മാഗ്നിറ്റ്യൂഡ് സിസ്റ്റം എന്നും ഒരു പേരുണ്ട്. ഓക്കെ, അതിന് 3 വേവ് ലെങ്ത്താണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു റേഞ്ച് ഓഫ് വേവ് ലെങ്ത്തിലുള്ള ബ്രൈറ്റ്നസ് മാത്രമേ അവർ ആ മാഗ്നിറ്റ്യൂഡ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നുള്ളൂ. അത് പ്രകാരം U സിസ്റ്റത്തിൻ്റെ സെൻട്രൽ ബാൻഡ് എന്ന് പറയുന്നത്
3500 ആംസ്ട്രോങ് ആണ്. ബ്ലൂവിൻ്റെത് 4300 ആംസ്ട്രോങ് ആണ്. അതുപോലെ വിഷ്വൽ സ്പെക്ട്രത്തിൻ്റെത് 5500 ആംസ്ട്രോങ് ആണ്. ഓക്കെ, അതാണ് UBV സിസ്റ്റം. ഇനി മറ്റൊരു സിസ്റ്റം ഉള്ളത് 6 കളർ ഫോട്ടോമെട്രി ആണ്. അതിനകത്ത് 3300 മുതൽ 12500 ആംസ്ട്രോങ് വരെയുള്ള എല്ലാ വേവ് ലെങ്ത്തും കവർ ചെയ്തുകൊണ്ടുള്ള ഒരു മാഗ്നിറ്റ്യൂഡ് സിസ്റ്റമാണ്. അതിനകത്ത് അതിൻ്റെ ഓരോ വേവ് ലെങ്ത്തും തന്നിട്ടുണ്ട്. 6 വേവ് ലെങ്ത്തുകളുണ്ട്. അതിൻ്റെ സെൻട്രൽ ബാൻഡ് തന്നിട്ടുണ്ട് 3530, 4220 തുടങ്ങി 10300 ആംസ്ട്രോങ് വരെയാണ് അതിൻ്റെ വേവ് ലെങ്ത് റേഞ്ച് എന്ന് പറയുന്നത്. ഇനി ഇതിൽ പറയാനുള്ള മറ്റു സാധനമാണ് റേഡിയോമെട്രിക് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ചില ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്സ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ എന്ന് വരുന്ന അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് റേഡിയേഷൻ പുറത്തേക്ക് വിടുന്ന സ്റ്റാർസിനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, തെർമോകപ്പിൾസ് യൂസ് ചെയ്തുകൊണ്ട് ചില മാഗ്നിറ്റ്യൂഡ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കും. അതിനെയാണ് നമ്മൾ റേഡിയോമെട്രിക് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ തെർമോകപ്പിൾസ് ആർ യൂസ്ഡ് ഫോർ മെഷറിംഗ് ഇൻഫ്രാറെഡ് റേഡിയേഷൻസ്. കറസ്പോണ്ടിങ് മാഗ്നിറ്റ്യൂഡ്സ് ആർ കാൾഡ് റേഡിയോമെട്രിക് മാഗ്നിറ്റ്യൂഡ്സ്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഹീറ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഫോട്ടോവിഷ്വൽ മാഗ്നിറ്റ്യൂഡ് ആൻഡ് റേഡിയോമെട്രിക് മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ സ്മാൾ ലെറ്റർ MPV മൈനസ് സ്മാൾ ലെറ്റർ mrad വിച്ച് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ MPV മൈനസ് ക്യാപിറ്റൽ ലെറ്റർ mrad. സ്മാൾ ലെറ്റർ M എന്താണ്, അപ്പാരൻറ്റ് മാഗ്നിറ്റ്യൂഡ്, ക്യാപിറ്റൽ M അബ്സല്യൂട്ട് മാഗ്നിറ്റ്യൂഡ്. അതിനുശേഷം പറയാനുള്ളത് കളർ ഇൻഡെക്സ് ഓഫ് സ്റ്റാർസ് ആണ്. ഓക്കെ, അതിൽ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഒരു സ്റ്റാറിൻ്റെ ഇൻറ്റൻസിറ്റി അതിൻ്റെ വേവ് ലെങ്ത്തിന് ഇൻവേഴ്സ് റിലേഷനാണ്. അതുപോലെ ടെമ്പറേച്ചറും എന്താണ്, ഇൻവേഴ്സ് റിലേഷനാണ് വേവ് ലെങ്ത്തുമായിട്ട്. എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത്ത് കൂടിയാൽ ഇൻറ്റൻസിറ്റിയും ടെമ്പറേച്ചറും കുറയും. ഇനി നമുക്കറിയാം ലാംഡ ആണ് വേവ് ലെങ്ത്ത്. അതാണ് എന്തെന്ന് കളർ തീരുമാനിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ 400 ആണെന്ന് വെച്ചാൽ നമുക്ക് വയലറ്റ് എന്ന് പറയാം, 700 ആണെന്ന് വെച്ചാൽ നമുക്ക് റെഡ് എന്ന് പറയാം. അപ്പോൾ ലാംഡയാണ് അതിൻ്റെ കളർ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഓരോ ടെമ്പറേച്ചറിലുള്ള സ്റ്റാറിൻ്റെ കളർ എന്തായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. കളർ ഇൻഡെക്സ് എന്താണെന്ന് ചോദിച്ചാൽ ഫോട്ടോഗ്രാഫിക് മാഗ്നിറ്റ്യൂഡിൻ്റെയും ഫോട്ടോവിഷ്വൽ മാഗ്നിറ്റ്യൂഡിൻ്റെയും ഡിഫറൻസ് ആണെന്ത് കളർ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ. മറക്കരുത്, കളർ ഇൻഡെക്സ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ
ഫോട്ടോഗ്രാഫിക് ആൻഡ് ഫോട്ടോവിഷ്വൽ മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് എ സ്റ്റാർ. ഫോട്ടോഗ്രാഫിക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് വെച്ചാണ് ഒബ്സർവ് ചെയ്യുന്നതെങ്കിൽ ഫോട്ടോഗ്രാഫിക് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയും. ഫോട്ടോവിഷ്വൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണുകൊണ്ട് നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നതെങ്കിൽ. അപ്പോൾ CI കളർ ഇൻഡെക്സ് ഈക്വൽ ടു MPG മൈനസ് MPV. അതുപോലെ ക്യാപിറ്റൽ MPG മൈനസ് ക്യാപിറ്റൽ MPV. ഒന്ന് അപ്പാരൻറ്റ്, ഒന്ന് അബ്സല്യൂട്ട്. ഇനി കളർ ഇൻഡെക്സ് എന്താ പ്രൊവൈഡ് ചെയ്യുക? ഇറ്റ് പ്രൊവൈഡ്സ് എ ന്യൂമറിക്കൽ മെഷർ ഓഫ് കളർ ഓർ സ്പെക്ട്രൽ എനർജി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ സ്റ്റാർസ്. അതുപോലെ എന്ത് ചെയ്യും? ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരാം. ഓക്കെ, അതിൻ്റെ കളർ ഏത് റേഞ്ചിൽ വരും, അല്ലെങ്കിൽ കളർ എനർജി ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നമുക്ക് കളർ വെച്ചിട്ട്, ടെമ്പറേച്ചർ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് പറയാനുള്ള സാധനമാണ് ലൂമിനോസിറ്റി. ലൂമിനോസിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദി ടോട്ടൽ എനർജി റേഡിയേറ്റഡ് ഫ്രം എ സ്റ്റാർസ് സർഫസ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഒരു സ്റ്റാറിൻ്റെ സർഫസിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന എനർജിയാണെന്ത്? ലൂമിനോസിറ്റി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി എംബോൾ എന്ന് പറയുന്നത് പിന്നെ ഒരു സ്റ്റാറിൻ്റെ ബോളോമെട്രിക് മാഗ്നിറ്റ്യൂഡാണെന്ന് കരുതുക. ഓക്കെ, അബ്സല്യൂട്ട് ബോളോമെട്രിക് ക്യാപിറ്റൽ M ആണ്. അതുപോലെ എംബോൾ സൺ, ആ സണ്ണിനെ കാണിക്കാനാണ് ഒരു സർക്കിൾ വരച്ചിട്ട് ഡോട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്റ്റാറിൻ്റെ ലൂമിനോസിറ്റി മെഷർ ചെയ്യാനുള്ള ഇക്വേഷനാണ് എംബോൾ മൈനസ് എംബോൾ സൺ ഈക്വൽ ടു 2.5 log ലൂമിനോസിറ്റി ഓഫ് സൺ ബൈ ലൂമിനോസിറ്റി ഓഫ് സ്റ്റാർ. ഇനി ബോളോമെട്രിക് മാഗ്നിറ്റ്യൂഡ്, അബ്സല്യൂട്ട് ബോളോമെട്രിക് മാഗ്നിറ്റ്യൂഡ് ഓഫ് സൺ എത്രയാണ്? +4.72 ആണ്. അതുപോലെ ലൂമിനോസിറ്റി ഓഫ് സൺ എത്രയാണ്? 3.84 × 10⁻³ Ac/s ആണ്. ഓക്കെ, അതുപോലെ ലൂമിനോസിറ്റി മെഷർ ചെയ്യാൻ മറ്റൊരു ഫോർമുല ഉണ്ട്. 4πr² സിഗ്മ T എഫക്റ്റീവ് റൈസ് ടു 4. സിഗ്മ എന്ന് പറയുന്നത് സ്റ്റെഫാൻ ബോൾട്സ്മാൻ കോൺസ്റ്റൻ്റ് ആണ്. T എഫക്റ്റീവ് എന്ന് പറയുന്നത് എഫക്റ്റീവ് ടെമ്പറേച്ചർ ഓഫ് ദി സ്റ്റാർ ആണ്. 4πr² എന്താണ്? അതിൻ്റെ സർഫസ് ഏരിയയാണ്. R ഈസ് ദി റേഡിയസ് ഓഫ് ദ സ്റ്റാർ. അടുത്തത് സ്റ്റെല്ലാർ പാരലാക്സ് ആണ്. സ്റ്റെല്ലാർ പാരലാക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി മെഷർ ഓഫ് എ സ്റ്റാർസ് ഡിസ്റ്റൻസ്. ഒരു സ്റ്റാറിൻ്റെ അകലം അളക്കാനുള്ള ഒരു സംവിധാനമാണ് സ്റ്റെല്ലാർ പാരലാക്സ് എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കാനുള്ളത് ട്രിഗ്നോമെട്രിക് പാരലാക്സ് ആണ്. ഓക്കെ, അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ഇവിടെ ഈ ചിത്രത്തിൽ സണ്ണ് കാണിച്ചിട്ടുണ്ട്, അതിന് ചുറ്റും എർത്ത് റിവോൾവ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ സണ്ണിൻ്റെ ചുറ്റും എർത്തിൻ്റെ പാത്താണ് വലിയ സർക്കിൾ കാണിച്ചിട്ടുള്ളത്, സണ്ണ് സെൻറ്ററിൽ. ഇനി സണ്ണ് ഇങ്ങനെ റിവോൾവ് ചെയ്യാണ്. നമ്മളൊരു സ്റ്റാറിനെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവിടെ സ്റ്റാറിൻ്റെ ചിഹ്നം വരച്ചിട്ടുണ്ട്. സണ്ണിൽ നിന്ന് അങ്ങോട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരക്കാം. അതുപോലെ എന്ത് ചെയ്യും? ഈ സ്റ്റാർ പിന്നെ നമ്മുടെ ഓർബിറ്റ് ഉണ്ടല്ലോ, എർത്തിൻ്റെ ഓർബിറ്റ് ഉണ്ടല്ലോ, അതുമായിട്ടൊരു ആംഗിൾ സബ്റ്റൻഡ് ചെയ്യൂലേ? ആ ആംഗിളിൻ്റെ പകുതിയാണെന്ത്? P എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ദ ഡയമീറ്റർ ഓഫ് എർത്ത്സ് ഓർബിറ്റ് അറൗണ്ട് ദ സൺ ഈസ് യൂസ്ഡ് ആസ് എ ബേസ് ലൈൻ. ഓക്കെ, അത്തരത്തിൽ മെഷർ ചെയ്യുന്ന പാരലാക്സിനെ നമ്മൾ ട്രിഗ്നോമെട്രിക് പാരലാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ ഡെഫിനിഷൻ ഉണ്ട്. ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് ദി ആംഗിൾ സബ്റ്റൻഡഡ് അറ്റ് ദ സ്റ്റാർ ബൈ മീൻ റേഡിയസ് A ഓഫ് ദി എർത്ത്സ് ഓർബിറ്റ് അറൗണ്ട് ദ സൺ. ഇപ്പോൾ എർത്തിൻ്റെ ഓർബിറ്റ് ഉണ്ടല്ലോ, ആ ഓർബിറ്റ് ഒരു സർക്കുലർ ഷേപ്പാണ് വെച്ചാൽ അതിൻ്റെ റേഡിയസ് ആണ് A. ചിത്രത്തിൽ നോക്കുക. ഓക്കെ, അപ്പോൾ പിന്നെ എർത്തിൻ്റെ 2 പൊസിഷൻ 6 മാസം കൂടുമ്പോൾ, 1 വർഷം കൂടുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യൂലേ? എർത്തിൻ്റെ ചുറ്റും കംപ്ലീറ്റ് ചെയ്യൂലേ? അപ്പോൾ ഇനീഷ്യൽ പൊസിഷൻ E ആണെന്ന് കരുതുക. ഓക്കെ, അതിനുശേഷം 6 മാസം അത് കറങ്ങിക്കഴിഞ്ഞാൽ E'-ലെത്തും. ഇയും സ്റ്റാറും തമ്മിലൊരു ലൈൻ ഉണ്ട്, ആ ഡിസ്റ്റൻസാണ് D. അതുപോലെ E' സ്റ്റാറും തമ്മിലൊരു ഡിസ്റ്റൻസ് തന്നെയാണ് D തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ, ഈ റിലേഷൻ വെച്ചിട്ട് നമുക്ക് ആംഗിൾ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് എന്നുള്ള റിലേഷൻ പ്രകാരം P ഈക്വൽ ടു A/D എന്നെടുക്കാം.
ഇനി സ്റ്റെല്ലാർ പാരലാക്സ് നമ്മൾ മെഷർ ചെയ്യുന്നത് സെക്കൻഡ്സിലായിരിക്കണം. അതുകൊണ്ട് ഒരു റേഡിയൻ എന്ന് പറയുന്നത് 206,265 സെക്കൻഡ്സ് ആണ്. ഓക്കെ, ഇനി ഇവിടെ എ എന്നുണ്ടല്ലോ, അതായത് സണ്ണിന് ചുറ്റും എർത്ത് റിവോൾവ് ചെയ്യുന്ന ആ സർക്കിളിൻ്റെ റേഡിയസ് ഉണ്ടല്ലോ, അതിന് നമ്മൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയും, AU. അത് എത്രയാണ്? 150 × 10⁶ കിലോമീറ്ററാണ്. അത് തന്നെയാണെന്ത്, അതും ഇനി ഒരു പാർസെക്കും അതുപോലെ ആസ്ട്രോണമിക്കൽ യൂണിറ്റും തമ്മിലുള്ള റിലേഷൻ 1 പാർസെക് = 206,265 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 3.26 ലൈറ്റ് ഇയേഴ്സ്. അതുകൊണ്ട് നമുക്ക് ഡിസ്റ്റൻസ് ക്യാൻ ബി മെഷേർഡ് ആസ് 3.26 ഡിവൈഡഡ് ബൈ P മെഷേർഡ് ഇൻ സെക്കൻഡ്സ്. അപ്പോൾ D = 3.26/P എന്നാണ് ആ റിലേഷൻ. ഇതാണ് സ്റ്റെല്ലാർ പാരലാക്സ്. അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും ടോപ്പിക്കുകൾ ഇതൊരിക്കലും നിങ്ങൾ വിട്ടുപോകാൻ പാടില്ല. വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ്.